അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഭാഗ്യം ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ നമുക്ക്. അപ്പൊ നമ്മള് ഗേറ്റിന് മുമ്പിലൊരു കവാടം പോലെ ഒരു സാധനം ഇങ്ങോട്ട് പോകുമ്പോ കേൾക്കാനുണ്ടാവില്ല. കവാടം പോലത്തെ ഒരു സാധനം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറാണ്. അപ്പൊ നമ്മള് ഗാർഡൻ സെറ്റ് ചെയ്തത് പേൾ ഗ്രാസ് എന്ന് പറഞ്ഞ ഒരു ചെടി നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പുല്ലായിരുന്നു. അപ്പൊ നമ്മളിത് ഇവിടെ ഫുള്ള് പറ്റിയിട്ടുണ്ട്. കുറച്ച് പണി കൂടി നമുക്ക് ഇനിയുണ്ട്. പക്ഷെ നമ്മൾ അതിന് മുമ്പേ വീട് കുറ്റൂശ കഴിഞ്ഞ അതിന്റെ വീഡിയോ വരുന്നതായിരിക്കും. നമ്മള് തൃശ്ശൂർക്കാര് കുറ്റൂശ എന്നാ പറയാ. കുറ്റൂശ മീൻസ് പാല് കാച്ചി, ഇത്രേന്നെ ഉള്ളു. ചെറുതായിട്ടാണ് നമ്മള് പാല് കാച്ചൽ നടത്തിയിട്ടുള്ളൂ. പാബ്ലോ നോക്കി നിക്കുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മൾ ഈ കട്ട ഇവിടെ നമുക്ക് അങ്ങോട്ട് ഷെഡിലേക്ക് അടക്കാനുള്ള ഒരു വഴിക്ക് വേണ്ടിട്ട് 2 കട്ട നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഭാഗത്തും വെച്ചിട്ടുണ്ട്. അതൊരു സ്കൂട്ടർ ഗാരേജ് ആയിട്ട് വരും. ഇത് നമ്മുടെ പാബ്ലോക്ക് നടക്കാനുള്ള ഒരു സ്ഥലം. അപ്പൊ ഇതാണ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങള്. ഇനി ഇവിടേക്ക് വരാൻ നമ്മുടെ ഫിഷ് ടാങ്ക് ഉണ്ട്. പക്ഷെ ഫിഷ് ഇല്ല ഉണ്ട്. പക്ഷെ നമ്മള് ഇത്തിരി കൂടി നന്നായിട്ട് ഫിഷ് ഇട്ടിട്ട് കാണിച്ചു തരാം. പിന്നെ അവിടെ നമുക്ക് ചെറുതായിട്ട് പേൾ ഗ്രാസ് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ബബിൾസ് വെച്ചിട്ടുണ്ട്. പെബിൾസ് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമ്മള് കടപ്പാക്കല്ല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നോക്കിയേ നമ്മള് പെബിൾസ് ഇങ്ങനെ വിരിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മമ്മി കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണുത്തി സൈഡിൽ നിന്ന് തോന്നുന്നു കുറച്ച്. അപ്പൊ ഫിഷ് ടാങ്കിൽ വെക്കാൻ വേണ്ടിട്ട് ഞാൻ മേടിച്ചതാ. ആമ്പുണ്ട്. പിന്നെ ഇത് എന്തോ പറയുന്നെങ്കിൽ പിന്നെ റോസ് അലകുലുത്ത് സാധനങ്ങൾ. പിന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ജാളിയാണ് കേട്ടോ. ഇത് എന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു ഈ ജാളി വെക്കണം എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നെ കാണുന്നുണ്ടായി ജാളി വെക്കണത് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഈ വീട്ടിൽ കയറണമെങ്കിൽ ഒന്ന് ബെല്ലടിച്ചാ മതി. ഓക്കെ മാഡം. ഇവിടെ നമ്മള് ഗ്രാനൈറ്റ് ഇട്ടു, ഇത് ടൈലിട്ടു. മഴയാണ് കേട്ടോ. അതിന്റെ ഒരു ചെറിയൊരു അസ്കിത ഉണ്ട് ഇവിടെ അല്ലേ. അങ്ങനെ നമ്മള് വീട്ടിലേക്ക് എൻട്രി ചെയ്തു. വീടിന്റെ ഉള്ളിലോട്ട്. ഓക്കെ, വീടിന്റെ ഉള്ളിലോട്ട്. രൂപക്കൂടാണ് ഫസ്റ്റ് സൈറ്റ്. പ്രയർ യൂണിറ്റ് ആണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ അൽഫോൻസമ്മ. ഈ അൽഫോൻസമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും നല്ലൊരു വീട് പണിയാൻ പറ്റിയത്. ഞങ്ങളുടെ പെരുന്നാളാണ് 18-19 അൽഫോൻസമ്മയുടെ പെരുന്നാള്. അപ്പോൾ ആ ഒരു പെരുന്നാളാകുമ്പോഴത്തേനും എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു കഴിഞ്ഞ വർഷം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ, കഠിനമായ പ്രാർത്ഥന ഒന്നും ഉണ്ടായില്ല. പക്ഷെ ആ പ്രാർത്ഥന, എൻ്റെ കുഞ്ഞു മനസ്സിലുള്ള ആ പ്രാർത്ഥന അൽഫോൻസമ്മ കേട്ടു. എന്നിട്ട് എനിക്ക് ഇത്രയും മനോഹരമായത് ഒന്നും പറയാനില്ല, എനിക്ക് മനോഹരമായൊരു വീട് തന്നു. അപ്പൊ ഞാന് അൽഫോൻസമ്മേനെയും മെയിനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അൽഫോൻസമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും അൽഫോൻസമ്മയോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഹൈലൈറ്റ് നമ്മുടെ കുഞ്ഞുമോനെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഞാന് നമ്മുടെ യേശുവിനെ കുഞ്ഞുമോനെ വിളിക്കണേട്ടാ. കുഞ്ഞുമോൻ ഇരിക്കുന്നുണ്ട്. അതിപ്പോ എന്തോ ഒരു ലൈറ്റിന്റെ ഒരു പ്രത്യേകത കൂടി, വെളിച്ചം കൂടി തോന്നുന്നുണ്ട്. ആ ലൈറ്റ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണില്ലല്ലോ, ക്ലിയർ ആണ്. പക്ഷെ നേരിട്ടിട്ട് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ജീവനുള്ള ഒരാള് നമ്മളെ നോക്കുന്ന പോലെ ആയിരുന്നു. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ രൂപത്തിൽ വെച്ചിട്ട് നമ്മൾ ക്യാൻഡിൽ സാധനം വെച്ചിട്ടുണ്ട്. ബൈബിള്, പിന്നെ നമ്മൾ കപ്പിൾസ് കൂടെ ഇട്ടിട്ടുണ്ട് വർക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് സോഫ സെറ്റ് ഇട്ട ഭാഗത്തേക്കാണ്. ഓക്കെ, ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. തേക്ക് അതിന്റെ സോഫ സെറ്റ്. പിന്നെ ഞങ്ങൾ ഇത്ര നല്ലോണം ഞങ്ങളുടെ പ്രൈസ് ഉണ്ടായിരുന്നത്, കുറെ പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സോക്കേഴ്സ് മാറ്റിയപ്പോ ഇവിടേക്ക് കുറച്ചായി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് ഞാൻ എന്റെ മമ്മിയുടെ ഒരു കലാവിരുതാണ്. പബ്ലിക്സും പിന്നെ പെബിൾസും പിന്നെ ഈ ഫ്ലവറിന്റെ ഇതും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തു. ചെറിയ സിമ്പിൾ. എങ്ങനെ ചുമ്മാ സോഫയിൽ ഇരിക്കുമ്പോ ഇവിടെ ഇരിക്കുമ്പോ ഭയങ്കര ബോറായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ചെറിയൊരു തിരി ഉറക്കെ പറഞ്ഞാലേ ഇതിൽ കേക്കുള്ളൂ. മൈക്ക നമ്മുടെ എവിടെ ഇരിക്കണേന്ന് അറിയില്ല. കാണാല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കാം. നമുക്ക് ഇനി റെഡി ആക്കണമൊക്കെ. നമ്മുടെ ഫുൾ വീഡിയോസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹോം ടൂർ ആണ് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത്. ഹോം ടൂർ ആണ് ഇപ്പൊ ഞാൻ ചെയ്യണത്. ഇനി നമ്മൾ അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഇനി ലോങ് വീഡിയോസ് ആണ് ഞങ്ങൾ കൂടുതൽ എടുക്കാൻ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നടക്കില്ല. പക്ഷെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ മാക്സിമം നോക്കും. ഇനി ഹോം ടൂർ ഞാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ ചെയ്യണത് ഇവിടെ. അല്ല, മമ്മിക്ക് ഇത്തിരി മടി. എനിക്ക് മടി. കാച്ചാൻ വേണ്ടിട്ട് കുറെ നേരം എടുത്തു. നമ്മള് പുകയില്ലാത്ത അടുപ്പായിരുന്നു.
അപ്പൊ ഒരു ചൂടൊന്നും കിട്ടാനുള്ള ഒരു നല്ല ബുദ്ധിമുട്ട്. 1 മണിക്കൂറോളം എടുത്തു നമുക്ക് പാലൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ പാല് തിളച്ച് പോയത്. അതായത് നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ. അത് എന്താണെന്നൊന്നും നമുക്ക് ഒരു വീട്ടിൽ പോയപ്പോ 1 മണിക്കൂർ പിടിച്ച ഒരു പാല് തിളയ്ക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ വേഗം ഫുഡ് കഴിച്ചു. ഞങ്ങൾ പറഞ്ഞു കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. അപ്പൊ അച്ഛൻ പറഞ്ഞു ആ പോവാ. എന്നിട്ട് ഞങ്ങൾ തിളച്ചില്ല. അത് കഴിഞ്ഞ അച്ഛൻ പോയിട്ട് പിന്നെ ഞങ്ങള് ജാസ്തി വിറകൊക്കെ ഇട്ട് ഇങ്ങോട്ട് കത്തിച്ച് മൂളിച്ചപ്പോ ഡിം തിളച്ചു വന്നു. അപ്പൊ ഇനി ബാക്കി നമ്മൾ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റാണ്. ഇതിന് പകുതി മുക്കാലും മമ്മിയുടെ ഡിസൈന്, മമ്മിയുടെ ചോയ്സ്, അങ്ങനെയൊക്കെ വേണമെന്ന് പറയാം. വീട് മൊത്തം ഓൾവേസ് മമ്മി എന്നാണോ? ഓൾവേസ് മമ്മിയാണ്. ഈ കർട്ടൻ ആയാലും മമ്മിയുടെ ഒരു തീമിലാണ് മമ്മി മേടിച്ചത്. അതെന്താന്ന് വെച്ചാല് സെറ്റിക്ക് മാച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ കർട്ടൻ ചെയ്തത്. പിന്നെ നമ്മൾ ഇവിടേക്ക് ഫാൻ ഇല്ലാത്ത കാരണം ഫാൻ കൊടുത്തു. ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിനെ നമ്മളൊന്ന് പൊളിച്ചു പണിതു എന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ടി.വി. ഹാളാണ്, TV യൂണിറ്റ്. യൂണിറ്റ് ചെയ്യാണ്ട് അല്ല, യൂണിറ്റ് അവിടെ ഒരു ബോക്സ് വരാനുണ്ട്. അതെ, ഈ വീടിന്റെ മൊത്തം ഐഡിയ ലിൻഡ ബെന്നിയുടെ ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മാഡത്തിന്? ഒരു ബുദ്ധിമുട്ടുള്ള പറയാം. ഇനി കുറച്ച് ഈ സംഭവം വരുന്നുണ്ട്. നമ്മുടെ ചാവിയൊക്കെ കുളത്തിടാൻ വേണ്ടിയിട്ട് ഒരു സാധനം വരും, വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് പോലത്തെ ഒരു സംഭവം വരാനുണ്ട്. അയ്യോ, ഈ മമ്മി എന്ന് പറയുമ്പോ എല്ലാവർക്കും ബോറടിക്കും കേട്ടോ. വിന്റേജ് ക്ലോക്ക് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ്. നമ്മുടെ പുകയാണ് കേട്ടോ അടുപ്പ്. ഓക്കെ, അതെ. ഓക്കെ, ഇത് ഈ ബൗളിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ലണ്ടനിൽ നിന്നും വന്ന ബൗളാണ്. പൊട്ടാണ്ട കൊണ്ടുവന്നത് അത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട്. ഡൈനിങ് പിന്നെ നമ്മൾ ഈ ലൈറ്റാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട. പിന്നെ നമ്മള് സ്നാക്സ് യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ആർക്ക് വന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കൊന്നും വേണ്ട, എടുത്ത് കഴിക്കാം. ഇവിടെ സ്നാക്സ് യൂണിറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോ വന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ലൈറ്റ് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണമെന്നോ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വിനുട്ടന്റെ ഐഡിയാസ് ആണ്. നമ്മുടെ കറണ്ട് എൻ്റെ തലയിൽ പോയിട്ടില്ല. നമ്മുടെ ഇലക്ട്രീഷ്യൻ ഈസ് എ ബെസ്റ്റ് മാൻ. ബിക്കോസ് അവന്റെ ഐഡിയ എന്ന് പറയുന്നത് വണ്ടർഫുൾ ആണ്. ഈ വീട് മൊത്തം കുത്തിപ്പൊളിച്ചത്. പക്ഷെ ഏതിൽ കൂടിയാണോ ലൈൻ വലിച്ചിട്ടുള്ളതെന്നോ വയറ് പോയി ഒന്നും കാണാൻ പറ്റില്ല. ഈ വീട് മൊത്തം പൊളിച്ചുണ്ടാക്കി. പ്രൊഫൈലാണിത്. പുകടുപ്പ് ഇപ്പൊ പുകഞ്ഞോണ്ടിരിക്കുകയാണ്. ഇച്ചിരി അലങ്കോല ഉണ്ട്, കാരണം ഇപ്പൊ പാല് കാച്ചിട്ടുള്ളൂ. അത് കാരണം ആ ഒരു ഏരിയയിലേക്ക് പോകണ്ട നമുക്ക്. കമോൺ. ഇല്ല, ഇവിടെ പ്രൊഫൈൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങി, പൊളിച്ചിട്ടില്ല നമ്മള്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ കുക്കിംഗ് ഇല്ല കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഇടുന്നത്. അപ്പൊ അതെ, അപ്പൊ ഇവിടെ കുക്കിംഗ് ഒന്നുമില്ല. കുക്കിംഗ് ഓൾമോസ്റ്റ് ഇവിടെയാണ് നടക്കുന്നത്. വേണമെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കാം. ഇത് എങ്ങനെ ഒരു സൈറ്റ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒരു വ്യൂ. മൊത്തം ഓപ്പൺ ആയിട്ടാണ്. അത്ര ഗംഭീര വീടാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതെ. പിന്നെ അങ്ങനെ നമ്മൾ അങ്ങനെ പോയി വന്നാല് വാഷ് ഏരിയ. അത് ഇതില് ഫോണില് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മൊറോക്കൻ ടൈലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടെ.
മമ്മിയാണ്, എനിക്കൊന്നും അറിയില്ല. അതെനിക്ക് ഇവിടെ അങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. കാരണം മൺചിത്രത്താഴിലെ വീട്ടില് എനിക്ക് ആ ഒരു സെറ്റപ്പ് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ആ പാസേജ് ഏരിയയിൽ കൊടുക്കാനാ വിചാരിച്ചതാണ്. പിന്നെ ഇരുട്ടിക്കും. അതുകൊണ്ട് ഞാന് അത് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് മോളുകുച്ചിയുടെ റൂമിലോട്ടാണ് കേട്ടോ. അപ്പൊ പിന്നെ ഇവിടെ ഒരു ഇതൊക്കെ 3 സ്ഥലത്ത് നിന്ന് വന്ന സാധനങ്ങളാണ്. ഇത് മൂന്നാറ്, ഇത് ലണ്ടൻ, ഇത് ഊട്ടി. ഓക്കെ 3 ആൾക്കാർ മേടിച്ചത്. ടോയ്ലറ്റിന് നമ്മള് ഒരു കേർട്ടൺ കൊടുത്തിട്ടുണ്ട്. അവൾക്ക് അത് ഇഷ്ടമില്ലാത്ത കാരണം. പിന്നെ ഇത് ഹൈലൈറ്റ്, ഇതൊരു പഴയ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു അലമാരി നമ്മൾ കളയാൻ വിചാരിച്ച അലമാരിയാണ് കേട്ടോ. അതിന് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്ത്, അതെ. പിന്നെ ഒരു ഡ്രസ്സിങ്ങിന്റെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഷൂസ് ഇനി വേണം. അപ്പൊ ചെറുതായിട്ട് ഇവിടെ പരത്തി വെച്ചിരിക്കുകയാണ്. സ്റ്റഡി ടേബിള്, ബൈബിള്, യേശു എല്ലാവരും ഉണ്ട്. ഇങ്ങനെ ഇരുന്ന് പഠിക്ക. പിന്നെ ഇവിടെയും പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട് നമ്മള് കേട്ടോ. അതെ, പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പിൻട്രസ്റ്റ് വൈബ് ആയിക്കോട്ടെ. അത് എന്റെ മോളൂട്ടിയുടെ ഭരതനാട്യത്തിന്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഓക്കെ സെറ്റ്. മമ്മിയുടെ റൂമിലോട്ട് ഇല്ല, സിമ്പിൾ ആണ്. നമ്മളെ പാവങ്ങള് ലൈറ്റ് ആണ് കൂടി ഉണ്ട്. നമ്മള് പഴയ മീൻസ് എന്റെ കല്യാണത്തിന്റെ അലമാരി, അതിന് നമ്മൾ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തു. ഇവിടെ പിന്നെ കബോർഡുകള് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ TV ഉണ്ട്. പക്ഷെ ഈ TV ഒന്നും കാണാറില്ല. TV വർക്കിംഗ് ആണ്, നല്ല TV ആണ്. പക്ഷെ നമ്മള് കാണാറില്ല സത്യം പറഞ്ഞാല്. ഏത്? ഓ പിന്നെ എനിക്കൊരു സന്തോഷക്കുറവില്ല കേട്ടോ. TV ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കണം. അപ്പൊ അങ്ങനെ നമ്മളിതാ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സ്പേസ് കാണുന്നത്. ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി നമ്മളിതാ ഇങ്ങനെ, ഇതിവിടെ ഒരു ചുമരായിരുന്നു നമുക്ക്. ആക്ച്വലി ഇതൊരു ചുമരുണ്ടായിരുന്നു. ആ ചുമര് കട്ട് ചെയ്തിട്ടാണ് ഇത്. ശരിക്കും സിറ്റ് ഔട്ട് ആയിരുന്നു നമ്മുടെ. അതിന് നമ്മളൊരു ചെരുമല ഉറങ്ങാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ഇങ്ങനെ കടന്നു വന്നു. കരിങ്കല്ലിന്റെ തൂണായിരുന്നു ഇത്. ശരിക്കും ഒരു സിറ്റ് ഔട്ട് ആയിരുന്നു. നമ്മൾ കട്ട് ചെയ്ത് കുറെ കഥകൾ ഉണ്ട് അതിന്. ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കുവിന്റെ ചേട്ടന്റെ റൂമാണ്. എൻട്രി ചെയ്യാണ്. ചിക്കു ഇവിടെ ഇരുന്ന് എന്തോ തല പുകഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചിക്കുവിനൊരു ഷൂ റാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതില് തികയൊന്നുമില്ല ഇവന്റെ ഷൂ. പക്ഷെ ഇനിയുണ്ട് ഷൂസ്. ഇവിടെ ഏത് ലൈറ്റ്? ഇവിടെ കർട്ടൻ ഇങ്ങനെ കൊടുത്തു. പിന്നെ ഇവിടെ ഒരു വലിയൊരു കർട്ടനാണ്. അവിടെ ഒരു ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഗ്ലാസ് ഒന്ന് കാണിച്ചെടുത്ത്. ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മള് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ട്വിന്നിങ് ആണ്. ഓക്കെ സെറ്റ്. പിന്നെ ഇതൊരു പുതിയ AC ആയിരുന്നു ഈ റൂമിൽ ആദ്യം മേടിച്ചത്. അത് കോളാക്കി വെച്ചിട്ടുണ്ട്. അതിന് കൊറേ ചീത്ത കേട്ടതാണ് അവന്റെ. പിന്നെ ഇവന്റെ ഡ്രസ്സുകള് നമ്മളിങ്ങനെ ഷോപ്പില് വെച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ഒതുക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അതെ, തൊപ്പികള് കൊറേ കളക്ഷൻസ് ഉണ്ട് ഇവന്റെ കയ്യില്. അപ്പൊ ചിക്കുന്റെ റൂം ചിക്കുന് ഇഷ്ടായോ? ഒന്ന് മിണ്ടുമ്പോഴേ പല്ലുമ്മ ഡയമണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. കാണിച്ചു തരുമോ ഡയമണ്ട്? ഊരി വെച്ചാ? ഓക്കെ. അപ്പൊ ശരി കേട്ടോ. അപ്പൊ നമ്മള് പകുതിമുക്കാ ഭാഗങ്ങൾ നമ്മളോട് കാണിച്ചു. ഇനി കാണിക്കാനായിട്ട് യാതൊന്നും ഇല്ലാന്ന് വെച്ചാല് ഇനി കുറച്ച് സ്ഥലങ്ങള് ബാക്ക് വശം അങ്ങനെയൊക്കെ ഉള്ളു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വീണ്ടും പുരോഗമനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് കുറച്ചും കൂടി.
അതെ, അത് വേറൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ഭാഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇനി മമ്മിക്ക് എന്തെങ്കിലും പറയാണ്ടോ? അയ്യോ, കണ്ണാടൂര് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മൾ 6 മാസത്തോളമായി ഈ വീട് പണി തുടങ്ങിയിട്ട്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. വീട് പൊളിച്ച് പണിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നല്ല പോലെയുണ്ട്. പക്ഷെ എല്ലാം ഈസി ആക്കിയിട്ട് എനിക്ക് അൽഫോൻസമ്മ റെഡിയാക്കി തന്നു. ഞാൻ അൽഫോൻസമ്മയെ മാത്രമാണ് ഇതിനെ കൂട്ടുപിടിച്ചത്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തന്നു. ഞങ്ങൾ കഴിഞ്ഞൊരു കൊല്ലം ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അച്ഛൻ വന്ന് വീട് വെഞ്ചിരിച്ചു. അച്ഛന് ഭയങ്കര ഇഷ്ടമായി. രൂപക്കൂടൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആണ്, നല്ല രൂപങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.